എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. രവീന്ദ്രൻ വീട്ടിലെത്തിയെങ്കിലും മധുസൂദൻ പറഞ്ഞ ഓരോ വാക്കുകളും ചെവിയിൽ ഇങ്ങനെ മുഴങ്ങുകയാണ്. മനസ്സ് തകർന്ന രവീന്ദ്രൻ നേരെ പോയിട്ട് ഒരു ബക്കറ്റ് വെള്ളം എടുത്ത് തലയിൽ കൂടെ ഒഴിക്കുകയാണ്. അത് കണ്ട് സച്ചി ഓടി വന്നിട്ട് അച്ഛൻ്റെ അടുത്ത് പറയണം, അച്ഛൻ എന്താണ് ഈ കാണിക്കണതെന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല മോനെ, പോലീസ് സ്റ്റേഷനിൽ വെച്ച് മധുസൂദൻ എൻ്റെ മോത് കാർച്ച് തുപ്പിയിട്ടാണ് പറഞ്ഞത്, ഇങ്ങനെയുള്ളൊക്കെ ഒരു മകനെയൊക്കെ പറ്റാൻ നീയൊക്കെ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത്, പോയി ചത്തുകൂടെയെന്ന്. അത് എൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കുക മോനെ എന്ന് പറയുകയാണ്. പിന്നീട് കാണിക്കുന്ന രേവതി ഒരു ഓട്ടോറിക്ഷ പിടിച്ച് വീട്ടിലേക്ക് വരികയാണ്. വീട്ടിലെത്തിയ രേവതിനെ ചന്ദ്രമതി ആട്ടിപ്പായിക്കുകയാണ്. അപ്പോൾ രേവതി ആട്ടെ പോകണമില്ല. ചന്ദ്രമതി നേരെ സച്ചിക്ക് കോൾ ചെയ്യുകയാണ്. സച്ചി പറയണം, നിങ്ങൾ ആ ഫോണ് രേവതിയുടെ കയ്യിലേക്ക് കൊടുക്കുമെന്ന് പറയുന്നത്. രേവതി എടുത്ത വശം തന്നെ, സച്ചി ഏട്ടാ നീ മര്യാദയ്ക്ക് അവിടെ നിന്ന് പോയിക്കോ, നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ വീട്ടിൽ കാല് കുത്തരുന്നു, ഞാൻ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ ആകെ മൊത്തം കലി പിടിച്ചിട്ടായിരിക്കണം, നിന്നെ എന്താ ചെയ്യാമെന്ന് എനിക്ക് തന്നെ അറിയില്ല, കടന്നു പോടി ഈ വീട്ടിൽ നിന്ന് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ്. അപ്പോഴെങ്കിൽ രേവതി കരഞ്ഞിട്ട് ഓട്ടോറിക്ഷ പിടിച്ച് നേരെ രേവതിയുടെ വീട്ടിലേക്ക് തന്നെ പോകാനുണ്ട് സുഹൃത്തുക്കളെ.